നമുക്കറിയാം, പല എപ്പിസോഡുകളിലും ജിൻഡോയുടെ സ്ക്രീൻ പ്രസൻസ് നമുക്ക് വിസിബിൾ ആയിരുന്നു. അതിനൊക്കെ കൃത്യമായ സംഭവങ്ങളും ഉണ്ടായിരുന്നു. ചിലപ്പോൾ ജിൻഡോയുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ നല്ല കോണ്ടന്റുകളുമാവാം. പക്ഷേ ഇന്നലെ നമ്മൾ കണ്ടത് തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളാണ്. എപ്പോഴും ജിൻഡോയെ മാത്രം ഉയർത്തിക്കാട്ടണമെന്നല്ല ഉദ്ദേശിച്ചത്, മറിച്ച് മനഃപൂർവ്വമായുള്ള ഒരു ഡീ പ്രൊമോഷൻ ഫീൽ ചെയ്തു. കാരണം നമുക്കറിയാം, ശ്വേതാ മേനോൻ ബിബി ഹൗസിലേക്ക് കയറിയപ്പോൾ തന്നെ ജിൻഡോയോട് പറയുന്ന ഒരു കാര്യമുണ്ട്: ഈ കല്ല് ജിൻഡോയുടെ മേൽനോട്ടത്തിൽ സുരക്ഷിതമായിരിക്കണം എന്നുള്ളത്. അങ്ങനെ സംഭവിച്ചാൽ ജിൻഡോയെ വലിയൊരു സർപ്രൈസ് കാത്തിരിക്കുന്നുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ജിൻഡോ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് മറ്റാരും കൈക്കലാക്കാതെ കല്ലിന് കാവലിരിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടു. ഒരവസരത്തിൽ അർജുൻ കൈവശപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ജിൻഡോ അത് അവിടെ തന്നെ വയ്ക്കാൻ നിർബന്ധിക്കുന്നത് നമ്മൾ കണ്ടു. പിന്നീട് ആരെങ്കിലും മോഷ്ടിക്കുമെന്ന് തോന്നിയപ്പോൾ തന്റെ കൈവശം സൂക്ഷിച്ചതും ശ്വേതാ മേനോൻ വരുന്ന സമയത്ത് തിരിച്ച് ആ പെട്ടിയിലേക്ക് വയ്ക്കുന്നതും കണ്ടു. എന്നിട്ട് ജിൻഡോ പറയുന്നുണ്ട്: എന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്, അത് ഞാൻ പാലിക്കും. എനിക്ക് കല്ല് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന്. പിന്നീട് സാബുവും ശ്വേതയും ജിൻഡോയോട് ചോദിക്കുന്നു: ഈ കല്ല് ജിൻഡോയ്ക്ക് കിട്ടിയാൽ ജിൻഡോ മാത്രമേ സേവ് ആകൂ. അതുകൊണ്ട് ജിൻഡോയ്ക്ക് സേവ് ആകണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ടീമിന് മൊത്തത്തിൽ സേവ് ആകണോ എന്ന്. പക്ഷേ ഈ കല്ല് കൈവശം വെക്കുന്നവർ സേവ് ആകുമെന്നതിനപ്പുറം ടീം മൊത്തമായും സേവ് ആകുമെന്ന് അവരാരും പറഞ്ഞിട്ടുമില്ല. ഇപ്പോഴും ആ കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. പക്ഷേ അപ്പോഴും ജിൻഡോ പറഞ്ഞത് എന്നെ ഏൽപ്പിച്ച പണി ഞാൻ ഉത്തരവാദിത്വത്തോടെ ചെയ്യുമെന്ന് മാത്രമാണ്. ഇതാണ് വലിയ വിശ്വാസമില്ലായ്മയായി ശ്വേതാ മേനോനും സാബുവും ലാലേട്ടനോട് പറഞ്ഞത്. ലാലേട്ടൻ കുറച്ചുകൂടി ആത്മാർത്ഥമായി അതിനെ സപ്പോർട്ട് ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ ആ ഒറ്റ കാര്യം മാത്രമാണ് ഇന്നലെ ജിൻഡോയെ താഴ്ത്തിക്കെട്ടാനായി അവർ കണ്ടെത്തിയ കാരണം. അതല്ലാതെ ജിൻഡോയെ ഇന്നലെ മാക്സിമം സൈലന്റ് ആക്കി വയ്ക്കുന്നതാണ് നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ ഉണ്ടായ കാര്യം ജിൻഡോയെ കൊണ്ട് പോലും പറയിപ്പിക്കാൻ അനുവദിച്ചില്ല. എന്നിട്ട് ആ കല്ല് അതിഥികൾ തന്നെ ഒളിപ്പിക്കുന്നതാണ് നമ്മൾ പിന്നീട് കണ്ടത്. അപ്പോൾ ജിൻഡോയെ കബളിപ്പിച്ചത് യഥാർത്ഥത്തിൽ ആരാണ്? വിശ്വാസവഞ്ചന ചെയ്തത് ആരാണ്? എന്തായാലും പലരും പറയുന്നത് പോലെ ജിൻഡോയെ ഒതുക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്.